എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നൊരു ഈവനിങ് ഹെൽത്തി സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. വൈകുന്നേരം കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി സ്നാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് അതിനുള്ള സാധനങ്ങളെന്ന് നമുക്കൊന്ന് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓട്സ് കുറച്ച് വേണം. രാഗി ഞാൻ ലേശം ഒരു അര ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആപ്പിള്, ഒരു മുട്ട, ഒരു പഴം, ഒരു പഴം ഇട്ടത് ഇതാണ്. ഇത് കുറച്ച് നട്ട്സ്, ബദാം, അണ്ടിപ്പരിപ്പ്, കുറച്ച് നിലക്കടല, അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. ഈ ഓട്സ് ഇതിനൊരു 2 കപ്പ് എടുക്കണം. ചെറിയ കപ്പാണിത് കേട്ടോ. ഈ ചെറിയ കപ്പിന് 2 കപ്പ് അത്രയും മതി. ഇത് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്യുക. അധികം നന്നായിട്ട് പൊടിഞ്ഞു വരണ്ട. ഇങ്ങനെ വെച്ചും ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ ഒന്ന് ഞാൻ ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് വരാം. ഒന്ന് തിരിച്ചിട്ടേ ഉള്ളൂ, അല്ലാണ്ട് പൊടിയാവരുത്. ഇനി ഈ രാഗി ഒരു 1/2 കപ്പ് ഞാൻ അതിലേക്ക് ഇടുകയാണ് കേട്ടോ. എന്നിട്ട് ഇതിൽ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. വേറൊരു പാത്രത്തിൽ ഒരു മുട്ട ബീറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇത് ഞാൻ കഴുകി ഇപ്പോൾ കൊണ്ടുവച്ചതാണ് കേട്ടോ. ഇത് ഇതിൻ്റെ സ്കിന്ന് തോലോട് കൂടി ഞാൻ ചെയ്യിപ്പിക്കുകയാണ്. ഇപ്പോൾ ഹെൽത്തി ആകുമ്പോൾ അതിൻ്റെ തോല് കളയേണ്ട കാര്യമില്ല. ഇത് നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ച് കൊണ്ടുവരണം. ഏത് ഫ്രൂട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ടും എടുക്കുക. അപ്പോൾ അവക്കാഡോ, കിവി, ഏത് ഫ്രൂട്ടും ഇങ്ങനെ ഒന്നിൻ്റെ ഫ്ലേവറേ വരാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പോൾ എല്ലാം കൂടി ഇടാൻ പറ്റില്ല. ഞാൻ ആപ്പിൾ എടുക്കുകയാണ്. ഏത് ഫ്രൂട്ടാണോ നിങ്ങൾക്ക് ഇഷ്ടം അതെടുക്കാം. ഈ ആപ്പിളൊന്ന് നമുക്ക് മിക്സിയിൽ അരച്ചിട്ട് കൊണ്ടുവരണം. ഈ നേന്ത്രപ്പഴം നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. വളരെ ചെറിയ പീസായിട്ട് മുറിക്കുക. ആപ്പിൾ അരയ്ക്കാൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പഴം മതി, കുറച്ചെടുക്കും. ഞാൻ ആപ്പിൾ അരച്ച് കൊണ്ടുവന്നാണ് കേട്ടോ. ഇതിൽ പേസ്റ്റ് ആക്കിയിട്ട് നല്ലോണം ആവണമെന്നില്ല, എന്നാലും പേസ്റ്റ് ആവണം. ഇതിൽ മധുരമൊന്നും ചേർക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഷുഗർ ചേർക്കാം, തേന് ചേർക്കാം. ഞാൻ ഇവിടെ ഇപ്പോൾ ഒന്നും ചേർക്കണില്ല കേട്ടോ. പഴമുണ്ട്, ആപ്പിൾ ഉണ്ട്, എല്ലാം സ്വീറ്റ് അല്ലേ, അതുകൊണ്ട് ഞാൻ ചേർക്കണില്ല. ഇതൊന്ന് മിക്സ് ചെയ്യുക. ഈ മുട്ട ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ബീറ്റ് ചെയ്ത് വെച്ചത്, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതൊന്നും കൂടി മിക്സ് ചെയ്യട്ടെ. പീസാക്കി വെച്ചിട്ടുള്ള ഈ നേന്ത്രപ്പഴത്തിൻ്റെ പീസ് നമുക്ക് നെയ്യിലൊന്ന് വാട്ടിയെടുക്കണം. ചെറുതായിട്ട് ലൈറ്റായിട്ട് വാട്ടിയെടുക്കണം. ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ പഴം ഇതിലേക്ക് ഇടുകയാണേ. ഇതൊന്ന് ഈ നെയ്യ് കിടന്നിട്ട് ലൈറ്റായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഒന്ന് കളറ് ചെറുതായിട്ട് മാറ്റാം. പഴമൊക്കെ ഏകദേശം വാടിയിട്ടുണ്ട്. ഞാൻ ഈ നട്ട്സ് എല്ലാം കൂടി ഞാനൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുന്നതാണ് മിക്സീൻ്റെ ജാറിൽ. ഇതും കൂടി ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. ഹെൽത്തി സ്നാക്ക് കഴിക്കുന്നവർക്കൊക്കെ പാൻ കേക്ക് പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു സ്നാക്ക് എന്നുള്ളതിൽ പാൻ കേക്ക് പോലെ. ഇത് ഞാൻ നെയ്യ് ഒഴിച്ചിട്ട് വെച്ചതാണ്. ഇതിലേക്ക് ഇത് ഒഴിക്കാം. ഇത് ഫുള്ള് വേണമെന്ന് അറിയില്ല, ഫുള്ള് പറ്റുമോ അറിയില്ല. ഇത് ഒഴിക്കാം. ഇത് ഞാൻ തിരിച്ചിട്ടതാണ് കേട്ടോ. ഇനി ഒന്ന് ആ സൈഡും കൂടി വേവണം. ഹെൽത്തി പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഒന്നും കൂടി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റവ് ഫ്ലെയിം ലോ ആക്കട്ടെ. നമുക്ക് ഇതിലേക്ക് ഇടാം. ഈ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഷുഗർ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിൽ ഷുഗർ ഇടാം കേട്ടോ, തേൻ ഉണ്ടെങ്കിൽ കുടിക്കുക. ഹെൽത്തി ആകുമ്പോൾ ഷുഗർ ഇടുന്നുണ്ടല്ലോ. ഇനി അപ്പോൾ എല്ലാവരും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.